അങ്ങനെ നമ്മൾ വീണ്ടും യൂണിഫോമൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ പോവാണ് ഇൻഷാ അല്ലാ. ഒന്ന് ഭയങ്കര സങ്കടത്തിലാണ്, കുറേ തിക്ക് ലെയേഴ്സൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട്, ഒന്നിൻ്റെ മേലിലൊന്നും ഒന്നിൻ്റെ മേലിലൊന്നും അല്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ തണുക്കുന്ന ആളാരാ? ഷാനു കുഴപ്പമില്ല, അൽഹംദുലില്ലാ. മാസ്ക് എടുത്തില്ല ഷാനു, അല്ലെ മൂക്കിലേക്ക് ഒരടിയാ. അങ്ങനെ നമ്മളിതാ ഏൽപ്പിച്ച കാറ് വന്നിട്ടുണ്ട്. നല്ല തണുപ്പാണല്ലോ, അട്ട ചെവിക്ക് ഇതെടുക്കല്ലേ. അങ്ങനെ നമ്മളെ കാറിക്കാണ്. പൊന്നൂന് എന്താ വിഷമം? ഷാനു ഹാപ്പിയാ? 你好，小迪。我在印地音乐。好啊，我也喜欢听这个歌。 ഇന്ന് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ദുബായിൽ നിന്ന് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലേക്ക് ഒരു ബസ് ടൂർ പാക്കേജ് ഓൾറെഡി എടുത്തിരുന്നു. അങ്ങനെ പോകാനായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് എല്ലാം മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെ പോകുന്നതാണ് കണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് അവർ ഹോട്ടൽ ഓർ അവരൊരു പിക്കപ്പ് പോയിന്റ് പറയും, നമ്മളവിടെ എത്തണം. അതിന് ശേഷം പിന്നെ അവർ റിട്ടേൺ ഓൾസോ അങ്ങനെ നമ്മൾ ആ പിക്കപ്പ് പോയിന്റ് അല്ലെങ്കിൽ ഹോട്ടലിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. പിന്നെ ലഞ്ച് ഓൾസോ ഇൻക്ലൂഡ് ആയിരുന്നു. പക്ഷേ ബീജിങ്ങിൽ എത്തിയപ്പോൾ തന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഹോട്ടലുകാരോട് സംസാരിച്ചിട്ട് ഫൈനലി നമ്മൾ പ്ലാന് ചേഞ്ച് ചെയ്യും. സോ തന്നൊക്കെ അവരോട് പറഞ്ഞ് ഒരു കാർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ചൈനയിൽ തന്നെ പ്രശസ്തമായ ബഡാലിംഗ് സെക്ഷനിലുള്ള ഗ്രേറ്റ് വാൾ കാണാനാണ്. അതായത് ഇതാണ് മോസ്റ്റ് പോപ്പുലർ ആൻഡ് പ്രിസർവ്ഡ് സെക്ഷൻ. കാരണം ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ് നമ്മുടെ ബീജിങ്ങിൽ നിന്ന്. ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു, നമ്മൾ ആക്ച്വലി ബീജിങ്ങിൽ നിന്ന് ഈ ഒരു ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലേക്ക് എത്താൻ വേണ്ടി 1.5 hours എടുത്തത്. ഇത് ആക്ച്വലി നമ്മൾ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഡ്രൈവർ ഹെൽപ്പ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി നമ്മളെ ഹോട്ടലുകാരോട് ചോദിച്ചിരുന്നു, കാരണം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും എടുക്കാൻ പറ്റുമോ നോക്കി. അപ്പോൾ ഹോട്ടലുകാരോട് കുഴപ്പമില്ല, ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഈ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് ക്യാരി ചെയ്യണം, അത് മസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അതൊന്നും കാണുന്നില്ലോ. കോൾഡാ, ഞാൻ മരവിച്ചോണ്ട്. അതിനെന്താ ഉള്ള കവർ ചെയ്യാന്, മൊത്തത്തിൽ കവർ ചെയ്ത്. പൊന്നു ഇന്ന് നല്ല ഉഷാറ്, ഇത്ര സമയം നല്ല താടി വളഞ്ഞിരിക്കുന്നേന്. എന്നൊക്കെ പൊന്നു ഫ്രണ്ടിലെത്തി. ഷാനു തന്നെ, ഷാനു തലയിലിട്ട മോനെ മണ്ണുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വരുമ്പോൾ എല്ലാവരും ജാക്കറ്റ് മാത്രം മതി. ഐ മീൻ ഡ്രസ്സ് സെലക്ഷന് അതിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് ഒന്നും വേണ്ട കേട്ടാ, ഒന്നും കാണൂല. തന്നൂക്ക് ആദ്യമേ പറഞ്ഞിരുന്നു ഇത് മാസ്ക് ഇടാണ്ട് പറ്റുന്നില്ല, മുക്ക് റെഡ് കളറാവാ. പക്ഷെ മാസ്ക് ഇടുമ്പോൾ പ്രശ്നം എന്താണെന്നറിയാവോ, ഈ ഗ്ലാസ് ആ വേപ്പർ അടിക്കുന്നു. നമ്മൾ നല്ല ഹാപ്പി ആട്ടാ. അങ്ങനെ 7th വണ്ടറിൽ ഒരു വണ്ടർ കാണാൻ അൽഹംദുലില്ലാ നമുക്ക് പറ്റിയിട്ടില്ല, കാണാൻ പോയിക്കൊണ്ടിരിക്കുക. ചെറുതു മുതലേ പഠിക്കുന്നല്ലേ നമ്മള് ചൈനയുടെ വൻമതിൽ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. നമ്മളിപ്പോ ബസ് കയറും, ഷട്ടിൽ ബസ്. ഇതാ പൊന്നുണ്ട് ഇവിടെ. പൊന്നു ഇന്ന് നല്ല ഓക്കെയാണ്. ഈ ഒരു വിൻഡാണ് പ്രശ്നം അല്ലേ തന്നൂക്ക? എന്താ തന്നൂക്ക ജീവനുണ്ടാ? I can handle wind, I can't handle temperature. നമ്മളിനി ഷട്ടിൽ ബസ്സിൽ കയറണം. പൊന്നുകുട്ടി, പൊന്നുകുട്ടി, ഷാരു എല്ലാരും നോക്കിയാ സ്പേസിൽ പോകുന്നവരുണ്ട്.
ഇതെല്ലാം പിന്നെ കാണുന്ന ഒരു രസമുണ്ടോ? ഇപ്പൊ സഹിക്കാൻ പറ്റത്തില്ല. എന്റെ രണ്ടാളുടെ ബാക്കില് 漂亮游客，您下一趟车的位置自己记住，长开天地，所有人都下。滂沱登城往步行街方向走，坐缆车的游客下车。 അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇവിടെ കുറച്ച് കാറ്റ് കുറവാണ്. നിന്റെ മാസ്കും പോയാ? അങ്ങനെ നമ്മൾ വീണ്ടും കയറാണ് കേബിൾ കാറിന് വേണ്ടിയിട്ട്. ഷാരു ഇതൊന്ന് പിടിച്ചാ മോനെ, ഞാനിത് ഇരട്ടെ. ജിഷു ഇത് പിടിച്ചാ ഞാനിത് ഇരട്ടെ. ഇതാണ് എൻട്രൻസ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. അപ്പോൾ അവിടുന്ന് നമുക്ക് ടിക്കറ്റ് തന്നു. ഇനി നമ്മൾ വീണ്ടും ഈ ക്യൂവിൽ കയറണം. ഇതെന്തേലും പറയാൻ? പീക്ക് ട്രാപ്പോ? മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ വലിയ ഹൈറ്റില്. ഇതൊന്നും പീക്ക് ട്രാം എന്നല്ലേ? ഹോങ്കോങ്ങിന് ഇവിടെ ഇതിലും കേബിൾ കാർന്ന് പറയാ. ഹലോ പൊന്നുകുട്ടി. ആക്ച്വലി ഈ ഒരു കേബിൾ കാർ ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്. വേണമെങ്കിൽ ഹൈക്കിംഗ് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഒരുപാട് ടൈം എസ്പെഷ്യലി ഈ ഒരു തണുപ്പത്ത് നടക്കൂ തോന്നില്ല. നമ്മളിപ്പോൾ മേലെ കയറിയിട്ടുണ്ട്. മൂക്കെല്ലാം നോക്കിയാൽ ഇവിടെ കുറച്ച് കുറവ് പോലെ ഉണ്ട് അല്ലേ? ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കാല് വെച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മൾ ഫസ്റ്റ് വണ്ടറിൽ നമ്മൾ എത്തിയേ. നമ്മൾ പണ്ട് പഠിച്ചത് ഓർമ്മ വരുന്നു. നോ പെയിൻ നോ ഗെയിൻ. കാണുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ നല്ല പണിയുണ്ട്. അങ്ങനെ കയറി കയറി പോവാണ്.注意旅游安全，景区禁止吸烟或使用火源火种，不要在景区附近攀爬墙壁、追逐到奔跑或者是在人士或个人的吸吸，不要携带危帽、易燃、火机或者是渠道。三，请维护景区的整洁环境，不要在。കാറ്റിന്റെ ശബ്ദത്തിൽ ശ്രദ്ധിക്കട്ടെ. വന്നു വ്യൂ നോക്കിയ അങ്ങനെയുണ്ട് നന്നൂക്ക. ആ അങ്ങനെ ആദ്യമായി നമ്മൾ കാല് വെക്കാൻ പോവാ. ബിസ്മില്ലാ. എവറസ്റ്റ് കീഴടക്കിയ പോലെ
അങ്ങോട്ട് പോകണ്ട അങ്ങോട്ടോ. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ കണ്ടിട്ടില്ല. ഒരു സൈഡല്ലേ ആകെ ഒരു സൈഡ് ഇവിടെയൊക്കെ കണ്ട അങ്ങേ സൈഡ് ഇങ്ങനെ നല്ല നോക്കിയാട്ടോ. എനിക്ക് തോന്നുന്നു വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മളിപ്പോൾ ഒരു സമ്മറിലാണ് വന്നതാണെങ്കിൽ മൊത്തത്തിൽ ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഇവിടെയൊക്കെ. എന്തായാലും സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം തണുപ്പിനേക്കാളും ഭയങ്കര വിൻഡിയായിരുന്നു. നമ്മളിങ്ങനെ പറന്ന് പോകുന്ന പോലത്തെ ഒരു വിൻഡില്ലേ, അങ്ങനെയായിരുന്നു ഉണ്ടായത്. പക്ഷെ നല്ലൊരു ഫീലായിരുന്നു. കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് പണ്ട് ചെറുപ്പം മുതലേ പഠിച്ച കാര്യങ്ങളല്ലേ. അവൾക്ക് നല്ല രസമുണ്ട്. എല്ലാവരും കൂടെ നടക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഹായ് തന്നൂക്ക, വീഡിയോ ഞാനൊരു ഫോട്ടോ എടുത്ത് തരാം. എന്താ പറയാ, നമുക്കിങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇത്രയധികം കാറ്റടിച്ചിട്ട് എന്താ ചെയ്യേണ്ടേ തിരിയുന്നില്ല. അത്രയ്ക്ക് കാറ്റായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. കൈ തരിച്ചു പോയിട്ടെന്തോ ആകുന്നത്. ഷാനു പൊന്നു, ഷാനു പൊന്നു, അവരുടെ സൂമിൻ ചെയ്ത് വേറെ ആരുടെ അതാണില്ല. ഈ വീഡിയോ കാണിച്ചവരാ. കണ്ട്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ കാണിച്ചത് തന്നെ കാണിക്കുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, ഇതിങ്ങനെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കായിരുന്നു. അങ്ങനെ കുറേ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് നടക്കാം, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഷാനു പൊന്നു എല്ലാ സ്ഥലത്തും ഓടി കയറുന്നുണ്ട്. മാഷാ അല്ലാഹ്. അത് പക്ഷെ ഇതാണോ? അത് പക്ഷെ ഇതല്ലല്ലോ, മാഗ്നറ്റ് അല്ലല്ലോ. പൊന്നു ഇവിടെ ഉണ്ട്, ഗ്രേറ്റ് വാൾ ഓഫ് ചൈനന്റെ. നമ്മളിവിടുന്ന് കോഫിയെല്ലാം കുടിക്കുകയാണ്. ബാക്കി ഷാനു തന്നൊക്കെ പൊന്നെല്ലാം വാങ്ങാം. പൊന്നു ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. താഴോട്ടൊരു പോക്ക. ഇത് കണ്ടോ, ഇങ്ങനെ ഒറ്റ താഴോട്ട് പോകുന്ന മനസ്സിലാകുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മള് റോളർ കോസ്റ്ററിൽ പോകുന്ന പോലെ. നമ്മളിങ്ങനെ താഴോട്ട് പോവാ. അങ്ങനെ തന്നൊക്കെ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ്, സ്നിക്കേഴ്സ്, വാട്ടർ. Look at your face. What happened? Pinkish. Huh? Pinkish. Adapt to the food. Well done, my boy. Well done. അങ്ങനെ നമ്മൾ വീണ്ടും
ജീവനോടെ തിരിച്ചു വന്നു. ഏത് കോലത്തിൽ വരുമെന്ന് ഉറപ്പില്ല. ശരിക്കും ഈ മാസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, മൂക്കിലേക്ക് കയറുന്നതിന്. അങ്ങനെ ആ ഒരു ഷട്ടിൽ ബസ്സിൽ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് അവിടെ തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ കാറിലേക്ക് കയറി നമ്മൾ തിരിച്ച് പോകണം. ആക്ച്വലി തിരിച്ച് പോകുമ്പോൾ നമ്മൾ ഒരു സമ്മർ പാലസും കൂടി നമ്മൾ പോകുന്ന വഴിക്കുണ്ട്. അപ്പോൾ അതുകൂടി കാണാനാണ് പ്ലാൻ. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് subscribe, like, share and comment, and don't forget to ring the bell button. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ Ma salama.